ഹലോ, സ്റ്റോൺ ഷോർ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഒരു ഇമ്പോർട്ടന്റ് സബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ റോസ്? മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവുമായിട്ടുള്ള ഒരു അന്തരമാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭ്രാന്തുമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ രോഗികൾ ആയി പോവുകയാണെങ്കിൽ ഇപ്പം ഡോക്ടറുടെ അടുത്തോട്ട് പോകുമ്പോൾ അതൊരു ഭ്രാന്ത് വല്ലതും ആണോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത നമുക്ക് മനസ്സിലുണ്ട്. ഇപ്പം ഇവിടെ തന്നെ ഡിപ്രഷൻസ് ഉണ്ടാവും, പാനിക് അറ്റാക്ക്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമുക്കുള്ളത്. ചിന്നു സത്യൻ ഇവിടെ കുവൈറ്റിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ആക്ടറാണ്, അതേപോലെ തന്നെ ഡാൻസറാണ്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ ബഹുമുഖ പ്രതിഭ തന്നെയാണ് ചിന്നു സത്യൻ. അപ്പോൾ അത് കൂടാതെ നഴ്സ് കൂടെയാണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ സബ്ജക്റ്റ് പറ്റിയ ഒരാളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സംസാരിക്കാനുണ്ട്. തീർച്ചയായിട്ടും എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ മാനസികാരോഗ്യത്തെ പറ്റി ഇപ്പൊ കെ പറഞ്ഞത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പൊതുവെ എല്ലാവർക്കും നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ വിചാരിക്കാം? നാട്ടുകാരറിഞ്ഞാൽ എന്ത് വിചാരിക്കും. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ ഒരു തോന്നൽ വരും, എനിക്ക് പ്രാന്തുണ്ടോ, എന്റെ മെന്റൽ ഹെൽത്ത് അത്ര പോരാ, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മുടെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അവസാനം ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് മരുന്നെടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. ഇപ്പൊ കോമൺ ആയിട്ട് നമുക്ക് ഒരു കോമൺ മാന് ഒരു ചിന്തയുണ്ട്, ശരിക്കും നമുക്കൊരു മെന്റലി ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ആരെ കാണണം? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മൾ തീർച്ചയായിട്ടും എന്താണ് മാനസികാരോഗ്യപരമായിട്ടുള്ള ഒരു ഡോക്ടറിനെയാണ് കാണേണ്ടത്. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം നാട്ടുകാർ അറിഞ്ഞാൽ എന്ത് പറയാന്നുള്ളൊരു പേടി. ചിന്നു പറഞ്ഞല്ലോ, അതൊരു പരിധി വരെ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് പേടി കളത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കണ്ട ഒരു ഭ്രാന്തിന്റെ ഒരു ലക്ഷണമുണ്ട്. അല്ല, അത് പൊതുവെ പറയുന്നുണ്ട്. കാരണം എഴുതുന്നത് കൊണ്ടും എഴുത്തിലുള്ള കണ്ടന്റ് കൊണ്ടും വട്ടാണോ എന്ന് പറയുന്നവരുണ്ട്. എഴുത്തുകാർക്കൊക്കെ കുറച്ച് വട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഒരു സൈക്കോ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കലാപരമായിട്ട് ഒരുപാട് മൂവീസിൽ കണ്ടിട്ടുണ്ട്. ഈ ഡോക്ടർമാരുടെ പേഷ്യൻസ് ചോദിക്കുന്ന ഡോക്ടർക്ക് ഭ്രാന്തുണ്ടാ? ഇല്ല. അപ്പൊ എനിക്ക് ഭ്രാന്തില്ലെന്നല്ലേ പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഡോക്ടർക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സൈക്കോളജി, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒന്ന് ഒരു ബ്രീഫ് ചെയ്യാം. അതായത് നമുക്ക് ആരെ കാണണം, കൺസൾട്ട് ചെയ്യണം എന്നൊരു, അതായത് സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PG ഉള്ള ആൾ, ഒരു സൈക്കോളജി PG എടുത്ത ഒരാൾക്ക് സൈക്കോളജി കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് തോന്നുകയാണെ എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, ഞാനിപ്പോൾ ഒരു പ്രോബ്ലത്തിലാണ്, എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു ഇപ്പം റോസ് പറഞ്ഞ പോലെ എനിക്കൊരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാം എന്ന് പറയും. ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്താൽ ഓക്കെ, താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്ക് അവിടെ ഒരു പ്രോബ്ലം പറയാം, നീ ഇങ്ങനെ ചെയ്തു നോക്കാം, അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം അപ്പോഴും നമുക്ക് ഡയലാമയിലാണ് ഇതിൽ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. പക്ഷെ ഒരു സൈക്കോളജി, ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്ത് നമ്മളൊരു അഡ്വൈസ് എടുത്തു കഴിഞ്ഞാൽ അവരും നമുക്ക് സൊല്യൂഷൻ അല്ല തരുന്നത്, നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ തന്നെ നമ്മുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തും. അപ്പൊ അതിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അല്ലാതെ പക്ഷെ നമ്മൾ ആ ഒരു ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും അവസാനം നമ്മൾ സൈക്യാട്രിസ്റ്റിനെ കാണാൻ കഴിയും. അപ്പം ഇത് 3 ടൈപ്സ് അല്ലെങ്കിൽ അതിനേറെ. പിന്നെ ഇനിയിപ്പോ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്, മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥ വരും. ബൈപോളാർ പോലൊക്കെ വരുന്നത് നമ്മൾ മെഡിസിൻ എടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ഇഷ്യൂ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് ഇപ്പൊ ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, അവള് ഡിവോഴ്സ് ആയിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, എന്നോട് കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അവളുടെ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അവൾക്ക് ധാരണയില്ല. അപ്പൊ എനിക്കും ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഒരു പരിധിയുണ്ട്. നമുക്ക് സപ്പോർട്ട് ചെയ്യാം, നമുക്ക് വിഷമിക്കണ്ട, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ സുപ്രിയ മേനൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും പറയാൻ പറ്റും നിങ്ങൾക്ക് വിഷമം വരുന്ന ഒരു പാട്ട് കേൾക്കും, അല്ലെ പുറത്തു പോകും, അല്ലെ സിനിമ കാണാം, അത് അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ മെന്റൽ നമുക്ക് പ്രശ്നമുള്ള ആ ഒരു ഡീപ്പ്, എത്രത്തോളം ഡീപ്പായിട്ട് പ്രോബ്ലം ഉണ്ടെന്ന് ഒരു എക്സ്പേർട്ടിന് മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതിന് സൊല്യൂഷൻ ചെയ്യാനും പറ്റും. അപ്പൊ നമ്മളൊരു ഫ്രണ്ടിനോട് പറഞ്ഞാൽ ജസ്റ്റ് അത് താൽക്കാലികമായിട്ട് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ പക്ഷെ ഒരു തെറാപ്പി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ലോങ് ടേം എഫക്റ്റ് ആണ്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വരെ അത് നന്നായി ഉപയോഗം ചെയ്യും. അപ്പം ഇനി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ റോസ് എന്ത് തോന്നുന്നു? റോസ് പോകും, അത് ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന്
വിചാരിച്ച് വീട്ടിലിരിക്കും. അല്ല, ഞാൻ ഉറപ്പായിട്ട് പ്രോപ്പർ ചാനൽ വഴി തന്നെ ചെയ്യും. പക്ഷെ ആ പ്രോപ്പർ ചാനൽ എന്താണെന്ന് റോസിന് അറിയണം. അപ്പൊ അതാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരി നമ്മളിവിടെ കൊണ്ടുവന്നിരുന്നത്. നമുക്ക് ബാക്കിയുള്ളവരോട് എത്താനായി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ റോസിന് തന്നെ ഒരു ഭ്രാന്തെന്ന് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയൊരു അല്ല ഡിപ്രഷൻ വന്നു, ഓക്കെ, അങ്ങനെ വരാതിരിക്കട്ടെ. പക്ഷെ ഓർഗം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് എക്സ് എന്നുള്ള ഒരാൾക്ക് ഡിപ്രഷൻ വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തായാലും സാധാരണ ഡോക്ടറെ കാണാൻ പറ്റില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഡിപ്രഷന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയാൽ നമുക്ക് തന്നെ നമ്മളെ തിരിച്ചറിയാം, നമ്മുടെ പ്രോബ്ലംസ് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളപ്പോ എന്താ ചെയ്യുക, നമ്മളെ വേറെ ആൾക്കാരായിരിക്കും കൊണ്ടുപോകുക. അത് സൈക്കാട്രിസ്റ്റിനടുത്തേക്കോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനടുത്തേക്കോ ആയിരിക്കും പോവാം. പക്ഷെ നമുക്ക് തോന്നുന്നു ഇത് നമുക്ക്, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് ഈ പ്രോബ്ലം നമ്മളെ കൊണ്ട് തീർത്ത കൂട്ടിയെ കൂടില്ല. നമുക്കൊരു ഫ്രണ്ടിനോട് ചോദിച്ചു, നമ്മൾ ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനോട് നമ്മൾ ഷെയർ ചെയ്യായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്തിട്ടും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഇപ്പോഴും എന്തൊക്കെയോ എനിക്ക് ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല. നമ്മുടെ പേഴ്സണൽ ഹൈജീനെ വരെ ബാധിക്കും. നമുക്ക് ചിലപ്പോൾ കുളിക്കാനോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാനോ ഒന്നും തോന്നത്തില്ല. ചിലപ്പോൾ നമുക്ക് എപ്പോഴും കിടക്കാൻ തോന്നും. ഈ ഒത്തിരി സോറോ ആയിട്ടുള്ള ഒത്തിരി സങ്കടങ്ങളുള്ള ആൾക്കാർ കൂടുതൽ ഉറങ്ങാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി സമയം കിടക്കും. ഒരുപാട് സങ്കടം വന്നു കഴിഞ്ഞാൽ എനിക്ക് പക്ഷെ ഇപ്പൊ ഉള്ള തലമുറ എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവര് മാറി. അങ്ങനെയൊക്കെ അങ്ങനെ ഇപ്പൊ നമ്മള് മനസ്സിലാക്കുക, ആൾക്കാർ എന്ത് വിചാരിക്കുന്നോ അല്ലെങ്കിൽ എന്താണ് ഇനി അതിന്റെ ഭവിഷ്യത്ത് ഉണ്ടാവുന്നോ ചിന്തിക്കാതെ നമ്മള് ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മളൊരു കൗൺസിലിംഗ് ചെയ്യുന്ന ആളുടെ അടുത്താണ് പോകേണ്ടത്. അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ നമുക്ക് അറിയത്തില്ല, എന്നാലും പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾ നേരെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്താണ് പോകുന്നെങ്കിലും ഈ 3 ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഈ എന്താ പറയാ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ ഒരു ഇതിൽ വരുന്ന ഒത്തിരി ടൈപ്സ് ഉണ്ട്. ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ഉണ്ട്. ഇതിൽ ആരുടെ അടുത്ത് പോയാലും അവര് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം അവര് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, ഇയാളെ ഞാനല്ല കാണേണ്ടത്, ഇയാൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്താണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്താണ് പോകേണ്ടതെന്ന് അവര് റെസ്പോൺസിബിൾ ആണ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതില് എങ്ങനെ ഇപ്പം ഞാൻ എനിക്ക് അറിവുന്ന അറിവ് വെച്ചിട്ട് പറയുകയാണ്, ഒരു കൗൺസിലിംഗ് ആണ് ആദ്യമായിട്ട് പോകേണ്ടത്. അതെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഫിസിക്കൽ ഹെൽത്ത് ഇല്ലേ, നമ്മുടെ ഡെയിലി റൊട്ടീൻ, അതിലെന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും? അത് നേരെ തിരിച്ചാ, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും അത് ബാധിക്കുന്നത്, നമ്മുടെ റൊട്ടീനെ ബാധിക്കുന്നത്. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ ഡെയിലി റൊട്ടീൻസിൽ ഞാൻ ചോദിച്ചത് കാരണം ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ പ്രവാസികളായിട്ട് നിൽക്കുന്നവരും ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ ഉറക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാവുന്നില്ല, ഫുഡ് കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ പേരിൽ നമുക്ക് മെന്റലി എന്തെങ്കിലും പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ടോ? ഓവർ തിങ്കിങ് ചെയ്തതിന് ശേഷം ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇപ്പൊ നമ്മുടെ ഒരു ക്ലോസ്ഡ് ഒരു സ്പേസേ ഉള്ളൂ നമുക്ക് ഇവിടെ. എന്ന് വെച്ചാൽ ആ പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ എന്താ പറയാ, നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അടുത്തുള്ളവരുമായിട്ടും കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് ആണ് ഉണ്ടാവുക, കൂടുതൽ കോൺഫിഡൻസ് ആണ് ഉണ്ടാവുക. ഇപ്പം കേൾക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ എപ്പോഴും പറഞ്ഞു ഓർക്കുന്നുണ്ട്, എന്നെ ആൾക്കാർ കളിയാക്കുമായിരിക്കും, ഞാൻ അത് ചെയ്താലും ഇത് ചെയ്താലും ഒക്കെ ആൾക്കാർ കളിയാക്കും. പക്ഷെ എനിക്ക് എന്റെ ലിമിറ്റേഷൻസ് അറിയാം, ഞാൻ അത് ചെയ്യാൻ കഴിയും. അതൊരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, നമ്മുടെ ലിമിറ്റേഷൻസ് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് വൃത്തിയായിട്ട് ചെയ്യാന്ന് പറയുന്നത് അതൊരു കോൺഫിഡൻസ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സമ്പർക്കമാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് ഇടപെട്ടോട്ടെ. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാതെ, ഫോർ എക്സാമ്പിൾ ഒരു ഫോബിയാണ്, മുകളിൽ കയറാനുള്ള ഫോബി ചിലർക്ക്. പക്ഷെ നമ്മൾ മുകളിൽ കയറിയേ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു 10 പ്രാവശ്യം കയറി വരുമ്പോഴുണ്ട് ആ ഫോബി അങ്ങ് മാറി. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചെയ്യുക എന്നുള്ള മാനസികാരോഗ്യത്തിന് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഞാൻ ഒന്നുകൂടെ നമ്മുടെ ഈ വിഷയത്തിലൂടെ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പം ആൾക്കാർക്ക് ഇപ്പം മാനസികമായ ഒരു പ്രശ്നം വരുമ്പോൾ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭ്രാന്ത് പോകൽ അങ്ങനത്തെ ഒരു അടയാളപ്പെടുത്തൽ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അത് മാറി കിട്ടണം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ചിന്നുവിന് എന്ത് തോന്നുന്നു അതിന്റെ? അത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ലാക്ക് ഓഫ് നോളജ് തന്നെയാണ്. അതായത് നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ധാരണയില്ലായ്മയാണ്. ഇപ്പൊ നമ്മളൊരു കലാകാരനെയാണെങ്കിലും നമ്മൾ ഒരാൾ കുറ്റം പറയുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ അവൾ നന്നായി ചെയ്യുന്ന ആ ഒരു ഈഗോയും മനസ്സിലുള്ളത് ഒരു കുശുമ്പുള്ളത് കൊണ്ടും ഒക്കെയാണ് അവരതിനെ കുറ്റം പറയുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സ്ട്രെസ് വളരെ കൂടുതലാണ്. എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എങ്ങോട്ടോ ഒരു ഓട്ടമാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ ഓടിയിട്ട് എത്തുന്നുമില്ല എന്ന ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളിലേക്ക് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം
ഫോബിയ ഉള്ളിടത്ത് അത് നമ്മളൊരു 10 തവണ അത് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫോബിയ മാറ്റും. ഇപ്പോൾ കൗൺസിലിങ്ങിലും അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റൊക്കെ ആണെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു പട്ടി വരുമ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിലാണ് പട്ടി കണ്ടുപോകും. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ആ പട്ടി കണ്ട് കല്ലെടുത്ത് തരാനുള്ള ധൈര്യം ഉണ്ടാവും. പിന്നെ നമ്മൾ കുറേ കൂടെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ആ വഴി കൂടെ പോകുമ്പോൾ നമുക്കറിയാം ആ പട്ടി മിക്കവാറും അവിടെ ഉണ്ടാകാറുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ വലിയ മൈൻഡ് ചെയ്യാണ്ട് പോകും. നമ്മളതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് 2-3 തവണ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യം കിട്ടും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിപ്രഷൻ ലെവല്, ബൈപ്പോളാർ, പാനിക് അറ്റാക്ക് അതൊക്കെ കൂടുതലായിട്ട് തോന്നാറ്. അത് എന്തുകൊണ്ടാണ്? പഴയ കാലഘട്ടത്തിൽ അത് സ്ട്രെസ് അല്ല, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പൊ ഇപ്പൊ റോസിന്റെ അത്രയും എനിക്ക് പോപ്പുലർ ആവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കേക്കയുടെ അത്രയും റോസിന് പോപ്പുലർ ആവാൻ പറ്റിയില്ല. അപ്പം നമ്മൾ അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ട്രൈ ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ലിമിറ്റേഷൻസ് അനുസരിച്ചിട്ട് വേണം നമ്മുടെ ലിമിറ്റേഷൻസും നമ്മുടെ കഴിവുകളും നമ്മൾ തന്നെ തിരിച്ചറിയണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, നമുക്ക് അനാരോഗ്യപരമായ മത്സരങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഇപ്പോഴത്തെ പ്രവാസ ലോകത്തില് ഞാൻ നോക്കുമ്പോൾ കൂടുതലും ഡിപ്രഷൻസിലാണ്. കാരണം നമ്മളെല്ലാം ബ്രേക്ക് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എല്ലാം ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് പേടിയുണ്ടെങ്കിലും അത് തന്നെ എന്താണോ പേടി അത് മനസ്സിലാക്കിയിട്ട് അത് തന്നെ. അല്ല, എന്റെ അഭിപ്രായത്തിൽ നമുക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യുക. ഇപ്പൊ ആനയുടെ വാലി പിടിക്കാനാണ് ഇഷ്ടം, അത് ചെയ്യുക. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ കഴുതയുടെ വാലിന് ഞാൻ എപ്പോഴും പിടിക്കാറുണ്ട്. അല്ല, കഴുതെന്ന് പറഞ്ഞ ഒരു ജീവിക്ക് പ്രത്യേകതയുണ്ട്. അവർ ശരിക്കും ഗൂഗിൾ മാപ്പ് പോലെയുണ്ട്. ഒരു വട്ടം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് പിന്നെയും പോകാനുള്ള ശരിയാണ്. എല്ലാ ആൾക്കാർക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവ് തിരിച്ചറിയുക. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് അവർ എന്താണ് എബിലിറ്റി. എല്ലാവർക്കും ഉണ്ടാവും. ആ എബിലിറ്റി കണ്ടുപിടിക്കുകയാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന ഒരു സംഭവമുണ്ട്. വി ഷുഡ് ഹാവ് വൺ ഫ്രണ്ട്, ഗുഡ് ഫ്രണ്ട്. അല്ലെ, എല്ലാം തുറന്നു പറയാനുള്ള ഒരു ഫ്രണ്ട് വേണം. പിന്നെ നല്ലൊരു പാഷൻ വേണം. അതെപ്പോഴും ഞാൻ പറയാനുള്ളത് അത് രണ്ടും ഉണ്ടെങ്കിൽ ഈ മാനസിക ആരോഗ്യം നമുക്ക് കുറച്ചും കൂടെ ഇതെടുക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മനസ്സ് ശരിയല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ക്രോണിക് ഇൽനെസ് ഉണ്ട്, അതിനെ പോലും നമുക്ക് ഒരു പരിധി വരെ തരണം ചെയ്യാൻ മെന്റൽ ഹെൽത്ത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അതിനൊരു എക്സാമ്പിൾ പറയണ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ എനിക്ക് ഉണ്ടായൊരു സംഭവമാണ്. അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് പഠിച്ചിറങ്ങിയ ഉടനെ ഞാൻ വർക്ക് ചെയ്യുന്നത് മുംബൈയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഒരു വലിയ പോപ്പുലർ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ എനിക്ക് ഹിന്ദി അത്ര പ്രോപ്പറായിട്ട് അറിയത്തില്ല. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 10 വരെ, എങ്കിലും നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി അത് സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ അവിടെ ഒരു പേഷ്യൻറ്റിനെ ഞാൻ കണ്ടുപിട്ടാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു കോച്ചിങ് എന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും പ്ലസൻ്റ് ആയിരിക്കണം പേഷ്യൻ്റെ അടുത്ത്. അങ്ങനെ സംസാരിക്കാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ഇയർ ആണല്ലോ, നമ്മളെല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടി റെഡിയാണ്, എല്ലാം മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ. അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കണ്ടുമുട്ടിയ ഒരു സ്ത്രീയാണ്. അവരെപ്പോഴും ഭയങ്കര ആലോചനയിലാണ്. അവർ അഡ്മിറ്റ് ആയപ്പം തൊട്ട് എപ്പോഴും ഇങ്ങനെ ജനലിൽ കൂടെ നോക്കിയിരിക്കുക. അപ്പം ഞാൻ അവരോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അവർക്ക് ചിരി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം കൂടെ കലർന്നിട്ടുള്ള പൊട്ട ഹിന്ദിയൊക്കെ കേട്ടിട്ട് അവർക്ക് ചിരി വരുന്നുണ്ട്. അപ്പോൾ ഒരു 2 ദിവസം അവർ അഡ്മിറ്റ് ആയവിടെ കിടന്നിരുന്നു. ഒരു ദിവസം ആദ്യ ദിവസം എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അവർക്ക് ക്യാൻസർ ആയി. അപ്പോൾ എനിക്കും കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. എങ്കിലും ഇവർ കരയാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം ഭയങ്കരമായിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ എന്താ പറയുക, അവർ ആ ഒരു വിഷാദ ഇതിലാണ് അവരവിടെ ഇരിക്കുന്നത്. അവരെപ്പോഴും ആലോചനയാണ്, ആരോടും സംസാരിക്കുന്നില്ല, ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാത്തപ്പോൾ ഞാൻ ചെന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ അവരെ കഴിപ്പിക്കും. അങ്ങനെ ഒരു 2 ദിവസം അടുപ്പിച്ച് എനിക്ക് അവരെ കിട്ടി. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കൂടെ അഡ്മിറ്റ് ആയി അവിടെ കിടക്കേണ്ടി വന്നുള്ളൂ. പിന്നെ അവരെ ഡിസ്ചാർജ് ആയി. ഡിസ്ചാർജ് ആവുന്ന ദിവസം അവരുടെ റിലേറ്റീവ്സും ഹസ്ബൻഡും എല്ലാവരും വന്നു എന്നെ കണ്ടിട്ട് പറഞ്ഞു, നിനക്കൊരു സമ്മാനം തരണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കാരണമാണ് അവൾ ചിരിച്ചത്, നീ കാരണമാണ് അവൾ ഈ അസുഖത്തെ ഓവർകം ചെയ്യാനായിട്ട് റെഡിയായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എന്താ ചെയ്തതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. പക്ഷെ നമ്മുടെ 1-2 വാക്കുകൾ പോലും അവരെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണം. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളങ്ങനെ വാങ്ങാൻ അത് ശരിയല്ല, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത്. പിന്നെ എന്നെ കൊണ്ട് പറ്റുമ്പോൾ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തു. ഇനി നിങ്ങൾ റിലേറ്റീവ്സും എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ സപ്പോർട്ട് പോലും ഒരാൾക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആ മെൻ്റൽ ഹെൽത്ത് അവർ കിട്ടിയപ്പോഴാണ് അവർക്ക് ആ ക്രോണിക് ഇൽനെസ്സിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടിയത്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി, നമ്മൾ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിൽ നമ്മളൊരു പോസിറ്റിവിറ്റി വേണം. നമ്മൾ കൂടുതലും ചെയ്യാതെ, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ എപ്പോഴും ഒരു
ഈ ഡോക്ടറെ അടുത്ത് പോയിട്ട് പകുതി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ വേറെ ഡോക്ടർ അങ്ങനെ. പക്ഷെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. നമുക്കൊരു മെഡിസിൻ കഴിച്ച് പെട്ടെന്ന് അസുഖം മാറാൻ പറ്റില്ല. അപ്പം നമ്മൾ ഡോക്ടർ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവർ പറയുന്ന അതിൽ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. പക്ഷേ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം എഫക്റ്റ് ആണ്. നമ്മുടെ പേഴ്സണൽ ഇപ്പോഴത്തെ ഫിലിം സ്റ്റാർസ് ഒക്കെ തെറാപ്പീസ് എടുക്കുന്നുണ്ട്. മിക്കവാറും പേരും എല്ലാവരും തുറന്നു പറയുന്നില്ല. ഇപ്പൊ ഞാൻ പറയാം, ഈ റീസെന്റ് ഞാൻ കണ്ടത് അഞ്ജു ജോസഫ് എന്ന് പറഞ്ഞ സിംഗർ, അവർ ഡിവോഴ്സിന് ശേഷം അവർ തെറാപ്പി അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു എനിക്കിപ്പോൾ ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ലൈഫിന് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കിപ്പോൾ ഒരു ധൈര്യം ഉണ്ടെന്നുള്ളത്. പിന്നെ അതുപോലെ ദീപിക പദുക്കോൺ, ഈവൻ ഞാൻ പറയാം എടുത്തുകൊണ്ടിരിക്കുന്നവരും ഇപ്പം ഐശ്വര്യ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ്. ഡോക്ടറാണ്, പക്ഷെ പുള്ളിക്കാരി തെറാപ്പി എടുക്കുന്നുണ്ട്. നമ്മള് ഒരു തെറാപ്പി അത് ഞാൻ പറയാൻ ഡോക്ടറെ കാണുന്നത് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും, നമുക്ക് മെന്റലി നമ്മളൊരു പ്രോബ്ലം ഇല്ലെങ്കിൽ പോലും ഒന്ന് കൺസൾട്ട് ചെയ്ത് നമ്മുടെ ലൈഫിനെ ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ അവരുടെ ഹെൽപ്പ് എടുക്കുന്ന വളരെ ശരിയാണ്. ഞാൻ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പെട്ടെന്നാണ് ആലോചിച്ചത്. ഇപ്പൊ നമ്മൾ 6 മാസത്തിന്റെ ഇടയ്ക്ക് നമ്മൾ പ്രവാസിയാണ്. അപ്പൊ പ്രത്യേകിച്ച് നാട്ടിൽ പോകുമ്പോൾ എല്ലാം അല്ലെ ബ്ലഡ് ടെസ്റ്റ് ആണ്. അതേപോലെ നമുക്ക് എന്തുകൊണ്ട് മാനസികമായ ഒരു ടെസ്റ്റ് നടത്തിക്കൂടും. ഞാൻ മുന്നേ നിന്ന കമ്പനിയിൽ അങ്ങനെയായിരുന്നു. കാരണം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം 1 മന്താണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഈ നൈറ്റ് ഷിഫ്റ്റ് സുഖമായതുകൊണ്ട് 2 മന്തൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ കമ്പനിയിൽ നിന്ന് പേപ്പർ വരും, ഉറപ്പായിട്ട് പോയി ഡോക്ടറിനെ കാണാൻ. കാരണം എനിക്ക് പ്രോബ്ലം ഉണ്ടെന്നല്ല, വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പറഞ്ഞതിന്റെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയസിലും സ്കൂളുകളിലും എല്ലായിടത്തും ഒരു കൗൺസിലിംഗ് സെഷൻ വെക്കുന്നതും ഒരു സൈക്കോളജിസ്റ്റിനെ വെക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ 1-2 ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ടാവും എന്നൊക്കെ പറയും പോലെ നമ്മളൊരു ഹോസ്പിറ്റലല്ല, സ്കൂളുകളിലാണെങ്കിലും മറ്റ് ഇങ്ങനെയുള്ള ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ഒരു കൗൺസിലിംഗ് സെക്ഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ഫേസ് ചെയ്യാൻ അത് അവരെ സപ്പോർട്ട് എടുക്കുന്നത് നമ്മുടെ ജോലിയെയും അത് പറഞ്ഞപ്പോഴാണ്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഡോക്ടറേറ്റ് എടുത്ത കുട്ടികളിൽ എത്രത്തോളം പ്രഷറും ഷുഗറും ഉണ്ടെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വളരെ ഭയങ്കരമായിട്ട് അതിന്റെ ഫിഗർ ഞാൻ ഓർമ്മിക്കുന്നില്ല. എനിക്ക് 18% പ്രഷറിന് അടിമയാണ് കുട്ടികള്. കുഞ്ഞുങ്ങൾ പ്രഷർ BP പേഷ്യൻസ് ആണ്. അത് പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കാലഘട്ടത്തിലൊന്നും ഇല്ല. കാരണം പേരൻസ് മത്സരിക്കുകയാണ്. ആ ഡിപ്രഷൻസ് അളവും കുട്ടികൾക്ക് കൂടുതലുണ്ട്. അപ്പൊ ചില ഡിപ്രഷൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റില്ല, കുട്ടികൾക്ക് പറയാൻ പറ്റില്ല എന്താണ്. ഞാനൊക്കെ അനുഭവിച്ചതാണ്. കാരണം പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ചോദിക്കുന്ന ഫാമിലിയിൽ എനിക്ക് എഴുതാനായിരുന്നു ഇഷ്ടം. അപ്പൊ എന്തുകൊണ്ട് അന്ന് എന്നെ സമ്മതിപ്പിച്ചില്ല, അല്ലെങ്കിൽ അന്ന് എന്നെ എന്തിനു ഫോഴ്സ് ചെയ്തെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവര് പറയുന്നൊരു കാര്യമുണ്ട് തിരിച്ച്, നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ നീ പറയണമെന്നുണ്ട്. സോ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയേണ്ടത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യാനാണ്. അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് വിടണം. യഥാർത്ഥത്തിൽ രക്ഷിതാക്കളുടെ വിജയം, ഞാൻ വൈഫിനടുത്തൊക്കെ പറയാറുള്ളത്, കുട്ടികളുടെ ചിരി എപ്പോഴാണ് മായാതിരിക്കുക. അതുവരെ നമ്മുടെ രക്ഷിതാക്കളുടെ വിജയമാണ്. കുട്ടികളെ ചിരിക്കാൻ അനുവദിക്കുക, അല്ലാതെ എപ്പോഴും മത്സരത്തിന്റെ അടിമ. അവർക്ക് എന്താണ് ഇഷ്ടം അത് പഠിക്കട്ടെ എന്നുള്ള ഒരു നിലപാടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ഒരു സമൂഹം തന്നെ വാർത്തെടുക്കാൻ തോന്നുന്നു അല്ലെ. അപ്പൊ അത് തൊട്ട് നമുക്ക് കുട്ടികൾ തൊട്ട് മാനസികാരോഗ്യത്തിന് മുൻഗണന കൊടുത്ത് പ്രത്യേകിച്ച് പ്രവാസികൾ നമ്മൾ ചെയ്യണമെന്നാണ്. ഒരു ക്യാരക്ടർ ബിൽഡ് ആവുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. കാരണം ഒരു കുഞ്ഞിനെ കൊണ്ട് ചിലപ്പോ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല, അവനോ അവളോ അത് പഠിക്കുന്ന സ്വന്തം വീട്ടിൽ നിന്നാണ്. അതെ, തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പൊ അവരിൽ നിന്ന് തുടങ്ങണം. അതായത് നമ്മൾ നാട്ടിലും പറയേ കതിരെ കൊണ്ട് വളം വെക്കരുത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അവരെ. സോറി, ഞാൻ ഒരു ചോദ്യം നിങ്ങൾക്ക് രണ്ടോട്ടെ. ഈ അതായത് ശൈശവമുണ്ട്, കൗമാരമുണ്ട്, വാർദ്ധക്യമുണ്ട്, യൗവനം, ഇതൊക്കെ ഉണ്ട്. ഇതിൽ ഏത് കാലഘട്ടമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളത്? കുട്ടിക്കാലം അല്ലെ, ശരിയല്ലേ? സ്കൂൾ തലം അല്ലെ? ഇപ്പൊ എന്താണ് തിരിച്ച് ഈ മിക്കവാറും കഥാകാരന്മാര് കഥ എഴുതുന്നവര് മിക്കവാറും പ്രണയത്തിന് എനിക്ക് പ്രണയത്തിന് കൂടുതൽ സ്ഥാനം ഉണ്ടാവും. അപ്പൊ ഈ സ്കൂൾ തലങ്ങളിലുള്ള കാലഘട്ടത്തിൽ നമുക്ക് പ്രഷറില്ല. പണ്ടത്തെ കാലത്ത് ഒട്ടുമില്ല. വയലോരങ്ങളും ഒക്കെ കളിച്ചു പരത്താൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, സ്കൂളിൽ പോകാനായിട്ട്. പക്ഷെ ഇന്ന് എന്റെ ഫാമിലിയിലുള്ള കുഞ്ഞു പിള്ളേര് അനിയന്മാരായിട്ട് വരുന്നവരെല്ലാം സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അതെ, എനിക്ക് ബസ്സിൽ പോകാനായിട്ട് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ നടന്നു പോയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടർ ചീത്ത വിളിക്കും, അങ്ങനെ ഒരു പേടിയുള്ളത്. പക്ഷെ അതുകൊണ്ട്
ഞങ്ങളത് എൻജോയ് ചെയ്ത് ശരിക്കും. അപ്പൊ ഞാൻ നടന്നു പോകാൻ തുടങ്ങിയപ്പോൾ എന്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ വരാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് ഈ പറഞ്ഞ CMS കോളേജിന്റെ വാക്കിൽ കൂടെ പോകുന്നത് നല്ല സുന്ദരമായ ചേട്ടന്മാരെയൊക്കെ കണ്ടു വായി നോക്കി നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട്. പ്രണയം എന്ന് പറയുന്നത് അത് നമുക്ക് ശരിക്കും ശക്തി തരും. കാരണം ആ പെണ്ണിന്റെ മുന്നിലോ അല്ലെങ്കിൽ ആ ചെറുക്കന്റെ മുന്നിലോ ആളാവാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ കഴിയാത്ത ഏറ്റവും നല്ല എൻജോയ് ചെയ്യുന്ന ഒരു ഫീലിംഗ്സ് ആണ് പ്രണയം. പ്രത്യേകിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങള് ഇതുവരെ തീർച്ചയായിട്ടും പ്രണയം ഒരു വലിയ ഇമ്പോർട്ടന്റ്. അത് അടുത്ത നമുക്ക് എപ്പിസോഡ് ഒരു ദിവസം പറയത്തില്ല. കാരണം കേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്റെ സ്റ്റോറീസിലെങ്ങനെ വരുമെന്നുള്ള പേര് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. ഒരുപാട് കാര്യം നമുക്ക് അറിയാൻ കഴിഞ്ഞു അല്ലേ റോസ്? ഒത്തിരി കാര്യങ്ങൾ ഇതൊന്നും അതെ സാധാരണ ഞാനൊക്കെ ഇത് ട്രോളാറുള്ളതാണ്. ശരിക്കും കേട്ടു. എന്തായിരുന്നാലും വളരെ ചുരുങ്ങിയ സമയത്തോളം ചിന്നൂരിവിടെ കുടുംബമുണ്ട്, ഒരുപാട് കലാപരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ വരാൻ കാണിച്ച സന്നദ്ധയ്ക്ക് വളരെ താങ്ക് യു വെരി മച്ച് ചിന്നു, സത്യം താങ്ക് യു വെരി മച്ച്. അല്ല കേക്കും താങ്ക് യു. ഇങ്ങനെ ഒരു ചാൻസ് തന്നുകൊണ്ട് എനിക്കും കുറെ കാര്യങ്ങൾ അത് കുറച്ച് ആൾക്കാരിലേക്ക് എത്തുമല്ലോ. ഇത് ഭയങ്കര വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഇതിലിങ്ങനെ ഒന്നും പറഞ്ഞാൽ തീരുമൊന്നുമില്ല. എങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സുഹൃത്തിനോട് പറഞ്ഞാൽ തീരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഒരു കൗൺസിലിംഗ് എടുക്കുന്നതിന് ഒട്ടും മടി കാണിക്കേണ്ട. ഇനി മുതൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാണ്. കാരണം നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, റിസർച്ച് പറയും പോലെ സിക്ക് ലീവ്സും കുറയും. ഞാനൊക്കെ ആയിരിക്കും നമ്മൾ മെന്റലി ഡൗൺ ആണെങ്കിൽ സിക്ക് ലീവ്സ് എടുക്കാറുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹെൽത്ത്നെസ് തന്നെ പൊക്കും. പക്ഷെ അങ്ങനെ എടുക്കാറുണ്ട് ഞാൻ. എനിവേ നല്ലൊരു സബ്ജക്റ്റായ ഇൻഫോർമേറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. കേക്ക് വിത്ത് റോസ്. താങ്ക് യു.